നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് സയൻസ് ത്രൂ ദ പ്രിസം 2 എന്നുള്ള പേപ്പറിനകത്ത് ലൂസി എന്നുള്ള 2014 ഫിലിമിൻ്റെ ഒരു സമ്മറി പ്ലസ് അനാലിസിസ് ആണ്. ലൂസി എന്ന് പറയുന്നത് 2014 ഇറങ്ങിയ ഇംഗ്ലീഷ് ലാംഗ്വേജിലെ ഒരു ഫ്രഞ്ച് സയൻസ് ഫിക്ഷൻ ആക്ഷൻ ഫിലിമാണ്. അത് ലൂക്ക് ബെസോൺ എന്ന് പറഞ്ഞ ഒരാളാണ് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നതും എഴുതിയിരിക്കുന്നതും. ആൻഡ് ഇറ്റ് വാസ് പ്രൊഡ്യൂസ്ഡ് ബൈ ഹിസ് വൈഫ് വിർജീനി ബെസോൺസില്ല. അപ്പോൾ അത് പാരീസിലാണ് ഷൂട്ട് ചെയ്തേക്കുന്നത്, അതുപോലെ തന്നെ ന്യൂയോർക്ക് സിറ്റിയിലും. സ്കാർലറ്റ് ജോഹാൻസൺ, മോർഗൻ ഫ്രീമാൻ, ഇവരൊക്കെയാണ് അതിനകത്ത് മെയിൻ ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സ്കാർലറ്റ് ജോഹാൻസൺ ആണ് ലൂസി എന്നുള്ള കഥാപാത്രത്തെ പോർട്രേ ചെയ്തിരിക്കുന്നത്. അവർക്ക് സൈക്കോ കൈനറ്റിക് എബിലിറ്റീസ് ഉള്ളൊരു സ്ത്രീയായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. അതായത് അവർ ഒരു ന്യൂട്രോപ്പിക് എന്ന് പറഞ്ഞ ഒരു സൈക്കഡലിക് ഡ്രഗ് ഇവരുടെ ബ്ലഡിലോട്ട് അബ്സോർഡ് ആവുകയും, അതായത് കുത്തിവെക്കുകയും, അങ്ങനെ അവർക്ക് സൈക്കോ കൈനറ്റിക് എബിലിറ്റീസ് കിട്ടുന്നു. അപ്പോൾ ഈ ടെലികൈനസിസ് അല്ലെങ്കിൽ ഈ സൈക്കോ കൈനറ്റിക് എബിലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഡിവിജ്വൽസിന് ഫിസിക്കൽ എൻവയോൺമെൻറ്റിനെ വിത്തൗട്ട് ഫിസിക്കൽ ഇൻട്രാക്ഷൻ ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധിക്കും. അതായത് ഒരു കാര്യത്തിന് നമ്മൾ തൊടിയോ ഒന്നും വേണ്ട, ജസ്റ്റ് മൈൻഡ് വെച്ച് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതാണ് ടെലികൈനസിസ് അല്ലെങ്കിൽ സൈക്കോ കൈനറ്റിക് എബിലിറ്റീസ് എന്ന് പറയുന്നത്. അങ്ങനെ ഒരു എബിലിറ്റി കിട്ടുവാണ് ആർക്ക്? നമ്മുടെ ലൂസി എന്നുള്ള കഥാപാത്രത്തിന്. കാരണം അവരുടെ ബ്ലഡിൽ ഒരു ഡ്രഗ് ഇഞ്ചെക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഫിലിം 2014 റിലീസ്ഡ് ആയത്. ഒരു മാസി ബോക്സ് ഓഫീസ് സക്സസ് ആയിരുന്നു. ഒരുപാട് പോസിറ്റീവ് ആൻഡ് ഓൾസോ ക്രിട്ടിക്കൽ റിവ്യൂസ് ഒക്കെ ഇതിന് കിട്ടിയിട്ടുണ്ട്. തീമിനും വിഷ്വലിനും അതുപോലെ തന്നെ നമ്മുടെ ഈ ആക്ട്രസ് ആയിട്ടുള്ള ജോഹാൻസന്റെ പെർഫോമൻസിനും ഒരുപാട് പ്രൈസ് കിട്ടിയിട്ടുണ്ട്. ആൻഡ് ഓൾസോ ഈ നമ്മുടെ ബ്രെയിനിന്റെ എത്ര ശതമാനമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, അതായത് നമ്മുടെ ബ്രെയിനിൻ്റെ 100% നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തുമാത്രം എബിലിറ്റീസ് കിട്ടും എന്നുള്ള ഒരു പുതിയ ഏരിയയും കൂടി ഈ ഒരു മൂവി എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ പ്ലോട്ട് ഇങ്ങനെയാണ്. ലൂസി ഒരു അമേരിക്കനാണ്, തായ്വാനിലാണ് പഠിക്കുന്നത്. അവരുടെ പുതിയ ബോയ് ഫ്രണ്ട് റിച്ചാർഡ് അവളെ ഒരു ബ്രീഫ് കേസ് ഡെലിവറി ചെയ്യാൻ വേണ്ടി പറഞ്ഞു വിടുവാണ്. ആ ബ്രീഫ് കേസിനകത്ത് 4 ബാഗുണ്ട്. അതിനകത്ത് 4 ബാഗിനകത്ത് ഹൈലി വാല്യുബിൾ ആയിട്ടുള്ള സിന്തറ്റിക് ഡ്രഗാണുള്ളത്. മിസ്റ്റർ ജാങ് എന്നുള്ളൊരു സൗത്ത് കൊറിയൻ ഡ്രഗ് ലോഡിനാണ് ഈ ഒരു ബ്രീഫ് കേസ് കൈമാറേണ്ടത്. ആഫ്റ്റർ വിറ്റ്നസിങ് റിച്ചാർഡിനെ ആരോ ഷൂട്ട് ചെയ്യുവാണ്. അവളെ ക്യാപ്ചർ ചെയ്യുന്നു. ആൻഡ് ഒരു ഡ്രഗ് മ്യൂളായി ഇവളെ ഫോഴ്സ് ചെയ്യണം. ഡ്രഗ് മ്യൂൾ എന്ന് വെച്ചാൽ ഡ്രഗ് ക്യാരിയറായിട്ട് ഇവളെ ഫോഴ്സ് ചെയ്യുന്നു ഈ ഡ്രഗ് ലോഡ്. അപ്പോൾ ഒരു ബാഗ് ഓഫ് ദ ഡ്രഗ് എന്ന് പറയുന്നത് അവളുടെ അബ്ഡമനിലോട്ട് സ്യൂ ചെയ്ത് വെക്കുവാണ്, യൂറോപ്പിലോട്ട് ട്രാൻസ്പോർട്ട് ചെയ്ത് പോവാൻ. അവളുടെ സ്റ്റൊമക്കിൽ ചവിട്ടുകയും ഈ ബാഗ് ബ്രേക്ക് ആവുകയും ലാർജ് ക്വാണ്ടിറ്റി ഓഫ് ഡ്രഗ് ഇവളുടെ സിസ്റ്റത്തിലോട്ട് എത്തുന്നു. അങ്ങനെ ഈ കുട്ടിക്ക് ഫിസിക്കൽ ആൻഡ് മെൻ്റൽ കേപ്പബിലിറ്റീസ് കിട്ടുന്നു. അതായത് ടെലിപതി, മെൻ്റൽ ടൈം ട്രാവൽ, ടെലികൈനസിസ്, അതായത് ഞാൻ നേരത്തെ പറഞ്ഞ മൈൻഡ് കൊണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു എബിലിറ്റിയൊക്കെ കിട്ടുവാണ്. ഈവൻ ടൈം ട്രാവൽ മൈൻഡ് വെച്ചിട്ട് പോലും ഇവർക്ക് ട്രാവൽ ചെയ്യാൻ പറ്റുന്നു. അതായത് ഡൈനോസറിൻ്റെ കാലം, പിന്നെ അതിന് ഐസ് ഏജ്, ഇതൊക്കെ ഈ കുട്ടി കാണുകയാണ് ചെയ്യുന്നത്. ആൻഡ് ഒരുപാട് ഇമോഷൻസും ഒക്കെ, അതായത് പെയിൻ ഒന്നും ഫീൽ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ പുതിയ എബിലിറ്റീസ് അനുസരിച്ച് ഈ കുട്ടി ക്യാപ്റ്റേഴ്സിനെ എല്ലാം കില്ല് ചെയ്തിട്ട് എസ്കേപ്പ് ചെയ്യുവാണ്. ലൂസി ഒരു നിയർ ബൈ ആയിട്ടുള്ള ഒരു ജനറൽ ഹോസ്പിറ്റലിലോട്ട് ട്രാവൽ ചെയ്യുന്നു ആ ബാഗ് ഓഫ് ഡ്രഗ്സ് റിമൂവ് ചെയ്യാൻ വേണ്ടി. ആൻഡ് ഷീ ഈസ് ടോൾഡ് ബൈ ദി ഓപ്പറേറ്റിംഗ് ഡോക്ടർ ദാറ്റ് ഈ ഒരു ഡ്രഗ് എന്ന് പറയുന്നത് എന്താണ്, അല്ലെങ്കിൽ ഇതിൻ്റെ ഇവളുടെ ദേഹത്ത് പറ്റിയ ഒരു ഡ്രഗിൻ്റെ നാച്ചുറൽ ആയിട്ടുള്ള ഈ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് പ്രഗ്നൻറ്റ് വിമൻ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. ഇതിൻ്റെ ടൈനി ക്വാണ്ടിറ്റീസ് അത് പ്രഗ്നൻസിയിൽ 6th വീക്കിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. കാരണം ഫീറ്റസിന് എനർജി വേണമല്ലോ ഡെവലപ്പ് ചെയ്യാൻ. സോ അത് നാച്ചുറലി നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന ഒരു കൈൻഡ് ഓഫ് ഇതാണ് ഡ്രഗ്, ഈ ഒരു ഡ്രഗ്. പക്ഷെ അതിൻ്റെ സിന്തറ്റിക് ഡ്രഗാണ് ഇവളുടെ ദേഹത്ത് ഇപ്പോൾ അലിഞ്ഞു ചേർന്നിരിക്കുന്നത്, ബ്ലഡിലോട്ടായിരിക്കുന്നത്. സോ ആസ് ഹർ എബിലിറ്റീസ് കണ്ടിന്യൂ ടു ഡെവലപ്പ്, ലൂസി മിസ്റ്റർ ജാങ്ങിൻ്റെ ഹോട്ടലിൽ വന്നിട്ട് അയാളുടെ ബോഡി ഗാർഡ്സിനെ കില്ല് ചെയ്യുന്നു, അയാളെ അസോൾട്ട് ചെയ്യുന്നു. ആൻഡ് ടെലിപ്പതിക്കലി ഈ കുട്ടി ഈ ഡ്രഗ് കാരിയേഴ്സിൻ്റെ ലൊക്കേഷൻസ് എല്ലാം എക്സ്ട്രാക്ട് ചെയ്യുകയും ബാക്കി 3 ബാഗ് ആരുടെ കയ്യിലാണെന്ന് കണ്ടുപിടിക്കുകയും ചെയ്യുവാണ്. ലൂസി എന്നിട്ട് സയൻറ്റിസ്റ്റ് ആയിട്ടുള്ള സാമുവൽ നോർമനെ അതായത് മോർഗൻ ഫ്രീമാനെ കോൺടാക്ട് ചെയ്യുകയും അയാളുടെ റിസർച്ച് വെച്ചിട്ട് ഈ കുട്ടിക്ക് നോർമലായിട്ട് മാറാൻ പറ്റും എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ആഫ്റ്റർ ഈ ലൂസി നോർമനുമായിട്ട് സംസാരിക്കുന്നു, അതിൻ്റെ പ്രൂഫൊക്കെ കൊടുക്കുകയാണ്. ഈ കുട്ടിക്ക് ഇങ്ങനെ പല കഴിവുകളുണ്ടെന്ന് ഈ കുട്ടി തന്നെ പറയുന്നു. പാരീസിലോട്ട് പോകുന്നു, ലോക്കൽ പോലീസ് ക്യാപ്റ്റനെ കോൺടാക്ട് ചെയ്യുന്നു. ആൻഡ് ഹി ഹെൽപ്സ് ഹിം ടു ഫൈൻഡ് ദി അതർ 3 ഡ്രഗ് ക്യാരിയേഴ്സ്. അപ്പോൾ ഈ ഫ്ലൈറ്റിൻ്റെ ഇടയ്ക്ക് ഈ കുട്ടി ഒരു ഷാമ്പെയിൻ സിപ്പ് ചെയ്യുന്നു. അത് ഡ്രഗിൻ്റെ ഇൻട്രാക്ഷനെ കൂട്ടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവളുടെ ബോഡിയിലെ സെല്ല് അൺസ്റ്റേബിളായി മാറാൻ തുടങ്ങി.
അപ്പോൾ ലൂസി എന്താണ് ആ സമയത്ത് കുറച്ചും കൂടി ഡ്രഗ് ഇവളുടെ ബ്ലഡിലോട്ട് അലിഞ്ഞു ചേരുന്നു. അങ്ങനെ വിത്ത് ദി ഹെൽപ്പ് ഓഫ് ഡെൽ റിയോ, അതായത് ഈ പോലീസ് ക്യാപ്റ്റന്റെ സഹായത്തോടു കൂടി ലൂസി ബാക്കിയുള്ള ഡ്രഗ്സിനെയൊക്കെ റിക്കവർ ചെയ്യുന്നു. എന്നിട്ട് ഈ സയന്റിസ്റ്റിനെ കാണുന്നു, നോർമൻ സയന്റിസ്റ്റിനെ കാണുന്നു, ആൻഡ് അയാളുടെ കൊളീഗ്സിനെ കാണുന്നു. എന്നിട്ട് എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യാമെന്ന് പറയുന്നു. അങ്ങനെ പ്രൊഫസറിന്റെ ലാബിൽ ലൂസി ടൈമിനെ കുറിച്ചും ലൈഫിനെ കുറിച്ചും ആൻഡ് ഹൗ ഹ്യൂമാനിറ്റി എങ്ങനെയാണെന്നും ഹ്യൂമൻ ബീങ്സിന്റെ എമർജൻസിനെ കുറിച്ചും ഐസേജിനെ കുറിച്ചും ഡൈനോസറിന്റെ സമയത്തെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ മൊത്തം പറയുവാണ്. ആൻഡ് അവരെന്ത് ചെയ്യാണ്, ബാക്കി എല്ലാ കണ്ടൻസും കൂടി ഈ കുട്ടിയുടെ ബ്ലഡിലോട്ട് വീണ്ടും കുത്തി വെക്കുകയാണ് ചെയ്യുന്നത്. ഇവളുടെ സമ്മതത്തോടു കൂടി തന്നെ കുട്ടി തന്നെ ഇഞ്ചെക്ട് ചെയ്യുവാണ്. അങ്ങനെ ലൂസിയുടെ ബ്രെയിനിന്റെ കപ്പാസിറ്റി ഭയങ്കരമായിട്ട് ഇൻക്രീസ് ചെയ്യാൻ തുടങ്ങും. നമ്മളൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രെയിനിന്റെ ഇത്ര ശതമാനം മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. പക്ഷേ ഈ കുട്ടി ഇതും കൂടി കുത്തി വെച്ചപ്പോഴത്തേക്കും ബ്രെയിനിന്റെ മാക്സിമം കപ്പാസിറ്റി ഈ കുട്ടി എക്സ്പ്ലോർ ചെയ്തു. ആൻഡ് അവളുടെ ബോഡി ഒരു ബ്ലാക്ക് സബ്സ്റ്റൻസ് ആയിട്ട് മാറി അത് കമ്പ്യൂട്ടേഴ്സിലോട്ടൊക്കെ സ്പ്രെഡ് ചെയ്ത് ലാബിലുള്ള ഇലക്ട്രോണിക് ഡിവൈസസിലോട്ട് സ്പ്രെഡ് ചെയ്ത് അതിനെ എല്ലാം കൂടി കമ്പൈൻ ചെയ്ത് ഒരു സിംഗിൾ സൂപ്പർ കമ്പ്യൂട്ടറായി മാറുകയാണ്. ആൻഡ് ദെൻ മെൻ്റലി ഈ കുട്ടി ഒരു ജേർണി ചെയ്യുവാണ്. സ്പേസ് ടൈമിലോട്ടും പാസ്റ്റിലോട്ടും ഈ യൂണിവേഴ്സ് ഉണ്ടായ ബിഗ് ബാങ്ങിലോട്ടും ഒക്കെ പോവുകയാണ്. അതായത് റീച്ചിങ് ദി ഓൾഡസ്റ്റ് ഡിസ്കവേർഡ് ആൻസസ്റ്റർ ഓഫ് മാൻകൈൻഡ്. അതായത് ലൂസി എന്താണ് നമ്മുടെ ഏറ്റവും ആദിമ മനുഷ്യന്റെ അടുത്തോട്ട് തന്നെ എത്തിച്ചേരുവാണ്. ആൻഡ് ഒരു ക്വയറ്റ്, അതായത് ലൂസി എന്താ പറയുക, ഒരു 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 കൈൻഡ് ഓഫ് ബിഗ് ബാങ് ഒക്കെ ഈ കുട്ടി വിറ്റ്നസ് ചെയ്യുന്നുണ്ട്. ടൈമിന്റെ ബിഗിനിങ് ഒക്കെ ഈ കുട്ടി കാണുന്നുണ്ട്. മീൻ വെയിൽ എന്താണ് നമ്മുടെ വില്ലൻ ലാബിലോട്ട് എൻറ്റർ ചെയ്യുവാണ്. ലൂസിയുടെ അടുത്തോട്ട് ഗൺ പോയിന്റ് ചെയ്യുന്നു. പക്ഷെ ലൂസിയുടെ ബോഡി റിഫോംഡ് ആയി. ഹി ഷൂട്ട്സ് അറ്റ് ഹെർ ഹെഡ്. പക്ഷെ ആ സമയം കൊണ്ട് ലൂസിയുടെ ബ്രെയിൻ 100% അതിന്റെ കപ്പാസിറ്റിയിലെത്തി വാനിഷ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഒരു എന്തോ പറയുന്ന ഒരു വാനിഷ് ചെയ്ത് പിന്നെ എയറിലോട്ട് പോകുന്ന കണക്കാണ്. ഒളി ഹർ ക്ലോത്ത്സും അവളുടെ ആ ബ്ലാക്ക് സൂപ്പർ കമ്പ്യൂട്ടർ മാത്രമാണ് ഉള്ളത്. അപ്പം ഈ പോലീസ് ക്യാപ്റ്റൻ എന്ത് ചെയ്യുകയാണ്, എൻ്റർ ചെയ്യുന്നു. ആൻഡ് ദെൻ ഷൂട്ട് ചെയ്യുവാണ് ആരെ, നമ്മുടെ ഈ വില്ലനെ. നോർമൻ എന്താണ് നമ്മുടെ ഈ സയൻറ്റിസ്റ്റ് എന്ത് ചെയ്യാണ്, ഒരു ബ്ലാക്ക് ഫ്ലാഷ് ഡ്രൈവിൽ ഈ സൂപ്പർ കമ്പ്യൂട്ടർ ഓഫർ ചെയ്യുവാണ്. ഒരു പെൻ ഡ്രൈവ് പോലൊരു സാധനം ഈ ലൂസിയുടെ ആ ഒരു സൂപ്പർ കമ്പ്യൂട്ടറായി മാറുന്നുണ്ടല്ലോ ലൂസി. ആ സൂപ്പർ കമ്പ്യൂട്ടർ ഈ നോർമന് കൊടുക്കുവാണ്, ഒരു പെൻ ഡ്രൈവ് പോലൊരു സാധനം, ഒരു ഫ്ലാഷ് ഡ്രൈവാണ്. അപ്പോൾ അത് ഓഫർ ചെയ്യുന്നു. അപ്പോൾ അതും കൂടെ കൊടുത്തിട്ട് അതങ്ങ് വാനിഷ് ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ പോലീസ് ക്യാപ്റ്റൻ ചോദിക്കുന്നുണ്ട് വേർ ലൂസി ഈസ് എന്ന്. അപ്പോൾ ഇമ്മീഡിയറ്റ്ലി അപ്പോൾ ഡെൽറോയുടെ സെൽഫോൺ സൗണ്ട് ചെയ്യണം. അപ്പോൾ അവിടെ ഒരു ടെക്സ്റ്റ് മെസ്സേജ് വരുവാണ്, ലൂസിയുടെ മെസ്സേജാണ്, ഐ ആം എവ്രി വെയർ എന്നും പറഞ്ഞു. അപ്പോൾ ലൂസിയുടെ വോയിസും അവിടെ കേൾക്കുന്നുണ്ട്. ലൈഫ് വാസ് ഗിവൺ ടു us a billion years ago. Now you know what to do with it. അതായത് ഈ സയന്റിസ്റ്റിന് ഈ ഒരു ഫ്ലാഷ് ഡ്രൈവ് ലൂസിയുടെ ബ്രെയിനിന്റെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് ലൂസി കണ്ടെത്തിയ കാര്യങ്ങളും ടൈം ട്രാവൽ ചെയ്ത കാര്യങ്ങളും എല്ലാം ലൂസി കണ്ടുപിടിച്ചിട്ട് അത് ആരുടെ കയ്യിലോട്ട് കൊടുക്കുവാണ്, നമ്മുടെ സയൻറ്റിസ്റ്റിൻ്റെ കയ്യിലോട്ട് എത്തിച്ചിട്ടാണ് ലൂസി വാനിഷ് ആയത്. അപ്പോൾ ലൂസി വാനിഷ് ആയെങ്കിൽ ലൂസി എന്ത് ചെയ്യുന്നത് നമ്മുടെ പോലീസ് ക്യാപ്റ്റൻ ചോദിച്ചപ്പോഴും ലൂസിയുടെ മെസ്സേജ് അവിടുത്തെ ഉള്ള എല്ലാ കമ്പ്യൂട്ടർ സ്ക്രീനിലും മൊബൈൽ സ്ക്രീനിലും വരുവാണ്, ഹായ് ഐ ആം എവ്രി വെയർ എന്നും പറഞ്ഞു. എന്നിട്ട് പറയുവാണ്, സയൻറ്റിസ്റ്റിൻ്റെ അടുത്ത് പറയുവാണ്, അപ്പം നമുക്ക് ബില്യൺ ഇയേഴ്സ് എഗോ ആണ് ലൈഫ് കിട്ടിയത്. സോ അതിപ്പോൾ നിങ്ങളുടെ കയ്യിലുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇനി അറിയാം എന്തോ അത് വെച്ച് ചെയ്യണം എന്നുള്ളത്. അങ്ങനെയാണ് ഇത് തീരുന്നത്. അപ്പോൾ ലൂസി ഈ ഒരു മൂവി എന്ന് പറയുന്നത് കറക്റ്റ് സയൻസ് ഫിക്ഷൻ ജോണറിനകത്ത് വരുന്നതാണ്. ഇതിനകത്ത് വരുന്ന ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹ്യൂമൻ ബ്രെയിൻ്റെ പൊട്ടൻഷ്യൽ 100% ലൂസി മനസ്സിലാക്കുന്നു. അപ്പം സെൻട്രൽ സയൻറ്റിഫിക് കോൺസെപ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മിത്താണ്. ഹ്യൂമൻസ് ശരിക്കും പറഞ്ഞാൽ 10% ഓഫ് ദിയർ ബ്രെയിൻ കപ്പാസിറ്റി മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. ആൻഡ് ഒരു പവർഫുൾ ഡ്രഗ് എക്സ്പോസ്ഡ് ആയതുകൊണ്ട് ലൂസിക്ക് 100% ഓഫ് ബ്രെയിൻ്റെ പൊട്ടൻഷ്യൽ യൂസ് ചെയ്യാൻ പറ്റുന്നു. അങ്ങനെ ഈ കുട്ടിക്ക് സൂപ്പർ ഹ്യൂമൻ എബിലിറ്റീസ് കിട്ടുന്നു. അത് ശരിക്കും പറഞ്ഞാൽ തിയറി സയൻറ്റിഫിക്കലി ആക്യുറേറ്റ് ആണെന്ന് ചോദിച്ചാൽ അല്ല, ഇതൊരു മിത്താണ്. ന്യൂറോ സയൻറ്റിസ്റ്റ് ശരിക്കും പറഞ്ഞാൽ എഗ്രി ചെയ്യുന്നുണ്ട്. ഹ്യൂമൻസ് എന്ന് പറയുന്നത് ബ്രെയിൻ്റെ എല്ലാ പാർട്സിനെ യൂസ് ചെയ്യുന്നുണ്ട്, പക്ഷെ ഒരുമിച്ചല്ല യൂസ് ചെയ്യുന്നതെന്ന് മാത്രം. ഓക്കെ. അപ്പോൾ പിന്നെ വരുന്നത് എവല്യൂഷനെ കുറിച്ച് പറയുന്നുണ്ട്. ഓർഡിനറി വുമണിൽ നിന്നൊരു ഗോഡ് ലൈക്ക് ഇൻ്റലിജൻസോടുകൂടി മാറുന്നുണ്ട്. അപ്പോൾ ടൈമിനെയും സ്പേസിനെയും മാറ്ററിനെയും കൺട്രോൾ ചെയ്യാൻ ലൂസിക്ക് അവസാനം പറ്റുന്നുണ്ട്. ആൻഡ് എൻഡ് ഓഫ് ദ മൂവിയിൽ ലൂസി എന്താണ്, ഒരു ഹ്യൂമൻ എവല്യൂഷനെയാണ് കാണിക്കുന്നത്. ഹ്യൂമൻ എവല്യൂഷനെ നെക്സ്റ്റ് സ്റ്റേജിനെയാണ് കാണിക്കുന്നത്. ഇൻ്റലിജൻസ് ശരിക്കും പറഞ്ഞാൽ ഫിസിക്കൽ ലിമിറ്റേഷൻസിനെയൊക്കെ പാസ് ചെയ്യും എന്നാണ് പറയുന്നത്. അതാണ് വാനിഷ് ആയി പോയത്. യൂണിവേഴ്സുമായിട്ട് മേർജ് ചെയ്തിരിക്കുകയാണ് ലൂസി ഇപ്പം. പിന്നെ ലൂസിയുടെ ഇൻ്റലിജൻസ് എങ്ങനെയാണ് ഇൻക്രീസ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, അവളുടെ ഇമോഷൻസ് ഒക്കെ ലൂസായി നഷ്ടപ്പെട്ടു. എല്ലാത്തിനകത്തുനിന്നും ഡിറ്റാച്ച്ഡ് ആയിട്ട് മാറി. അങ്ങനെയാണ് ഈ കുട്ടി മോർ ഇൻ്റലിജൻ്റ് ആയിട്ട് മാറിയെന്നാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. പിന്നെ നോളജ് എന്ന് പറയുന്നത് പവറാണ്, പക്ഷേ അബ്സല്യൂട്ട് നോളജ് എന്ന് പറയുന്നത് എന്താണ്, ഹ്യൂമൻ എക്സ്പീരിയൻസിനെക്കാട്ടിലും എന്താണ് ഇതിൽ പാസ് ചെയ്ത് പോകുന്നൊരു കാര്യമാണെന്നാണ് പറയുന്നത്. ബിയോണ്ടാണ്.
പിന്നെ എങ്ങനെയാണ് ടൈമിനെ എംഫസൈസ് ചെയ്തിരിക്കുന്നത് വെച്ചാൽ ടൈമാണ് എക്സിസ്റ്റൻസിൻ്റെ അൾട്ടിമേറ്റ് മെഷർ. ലൂസിയുടെ എബിലിറ്റി എന്താണെന്ന് ചോദിച്ചാൽ ടൈമിനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അങ്ങനെയാണ് ലൂസി എന്തായി മാറിയത്, ഒംനിപൊട്ടൻ്റ് ആയിട്ട് മാറിയത്. സോ ടൈം ഈസ് ദ ഓൺലി ട്രൂ യൂണിറ്റ് ഓഫ് മെഷർ എന്നാണ് ലൂസി പറയുന്നത് ഈ ഒരു ഇതിനകത്ത്. അപ്പോൾ ടൈമാണ് ഫണ്ടമെൻ്റൽ ഫോഴ്സ്, ടൈമിന് മാത്രമേ റിയാലിറ്റി ഡിഫൈൻ ചെയ്യാൻ പറ്റൂ. ടൈം എന്ന് പറയുന്നത് ഇറ്റ് ഇസ് മോർ ദാൻ മാറ്റർ അല്ലെങ്കിൽ എനർജി. ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് പറഞ്ഞു പോകുന്നത്.